നമ്മളെ സുന്നത്തി ജമാഅത്തിൻ്റെ സമസ്തൻ്റെ ഇതിൽ നല്ലൊരു പിളർപ്പ് നടന്നു അല്ലേ? സൗഭാഗ്യകരമായ ഒരു പിളർപ്പ് എന്നാണ് ഞാൻ അതിനെപ്പറ്റി വിശ്വസിക്കുന്നത്. ചില ആൾക്കാരൊക്കെ എന്ത് പറയും, ദൗർഭാഗ്യകരമായ പിളർപ്പ് എന്ന് പറയും. ഓന് വിവരത്തെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് ഒരു പ്രാവശ്യം ഞങ്ങളൊപ്പം ഹജ്ജിൻ്റെ സമയത്ത് മദീനത്തുനിന്ന് ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളൊപ്പം ബസ്സിൽ പോരാ. മദീനത്തുനിന്ന് എവിടേക്ക്? മക്കത്തേക്ക്. ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. ഉസ്താദ് പറഞ്ഞു, ഞാൻ ഹജ്ജിൻ്റെ ബസ്സിൽ പോരാ. ഉസ്താദിന് മുത്തവീഫിൻ്റെ കാറും സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഉസ്താദ് ബസ് പോരാൻ തീരുമാനിച്ചു. ഞങ്ങൾക്കാകെ ബേജാറായി. ഉസ്താദ് ബസ്സിൽ, നമ്മളിവിടുന്ന് SYSൻ്റെയും മർക്കസിൻ്റെയും ഒക്കെ ഹജ്ജ് സംഘം ഉണ്ടല്ലോ. ഹജ്ജ് സംഘം പറയുമ്പോൾ നമ്മൾ അലവിക്കുട്ടി ഹാജിനെ ഈ രാജ്യത്ത് മറക്കാൻ കഴിയൂല. അലവിക്കുട്ടി ഹാജിക്ക് നീ മൗഫറത്ത് കൊടുക്കണേ അല്ലാ, ഖബർ സ്വർഗ്ഗായി കൊടുക്കണേ അല്ലാ, അല്ലാഹു റബ്ബി. ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ നീ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. AP ഉസ്താദും അവേലത്ത് തങ്ങളും അലവിക്കുട്ടി ഹാജി ഓലാണ് ഹജ്ജ് സെല്ലിൻ്റെ ആദ്യത്തെ ആൾക്കാർ. അതിപ്പോഴും തുടരാണ്. ഒരാൾ ഇവിടുന്നാണ് ഹജ്ജിന് SYS പോയോ ഒരു കൂലി ഓല 3 ആൾക്കും കിട്ടും. അത്ര ഇതാണ് എൻ്റെ സംഗതി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ മദീനത്തേക്ക് ബസ്സിൽ പോരാ. ബസ് കയറി ഞങ്ങൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ലബ്ബൈക്ക ചൊല്ലി ഒരു 100 ലബ്ബൈക്കാണ് ചൊല്ലിയിട്ട് ഉസ്താദ് ചോദിച്ചു, ചീരിനി ആരെത്തെങ്കിലും ഉണ്ടോ? അപ്പം നിങ്ങളെ ഈ കോഴിക്കോട്ടുകാർ കണ്ണൂർക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എന്തുണ്ടാകും? കുറേ അതും ഇതും സാധനങ്ങളൊക്കെ പിന്നെ പൊരിച്ചും കരിച്ചുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഉസ്താദ് ഒരു ബദിരിയത്ത് ചൊല്ലി പിന്നെ ദ്വാർന്ന് വേറൊരുക്കും ഒരു ചീരിനി കൊടുത്ത് പിന്നെ ഒരു ബദിരിയത്ത് ചൊല്ലി അത് ദ്വാർന്ന് പിന്നെ ബദിരിയത്ത് മുഴുവനും കാണാതെ ഇങ്ങനെ ചെല്ലൻ. ബദിരിയത്തുൽ ഹംസിയ, മഹദറത്തുൽ ബദിരിയ, ഈ ബദറൊക്കെ ഉസ്താദ് കാണാതെ ഇങ്ങനെ ചെല്ലൻ. എത്ര വരിയാണത്? എത്രയാണ് പേജാണത്? കാണാതെ ഇങ്ങനെ ചെല്ലൻ. അപ്പം എൻ്റെ തമാശയിൽ ഞാൻ ചോദിച്ചു, അല്ല ഇതൊക്കെ എപ്പോഴേ കാണാതെ പഠിച്ചത് പോയി. അങ്ങനെ ഉണ്ടല്ലോ, എൻ്റെ ആ തമാശ എല്ലാവരും ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊക്കെ എപ്പോഴേ കാണാതെ പഠിച്ചത് പോയി. അപ്പോൾ പറഞ്ഞു, മോനെ ചെറിയ പ്രായത്തിൽ ഉമ്മയും ബാപ്പയും പതിവായിട്ട് ചെല്ലും. അപ്പം അതിൻ്റെ ഒപ്പം ഇരുന്നെങ്ങാണ്ട് അങ്ങനെ കേട്ട് പഠിച്ചത് നമുക്ക് കുറേ മൗലവിമാർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയലുണ്ട്, നിങ്ങൾ 1ാമത്തെ ഖുത്ബയിൽ വല്ലതും പേച്ചാലും പാടില്ല, 2 പേക്കരുതിട്ടോ. കാരണം ഇത് 2ാമത്തതൊക്കെ ആർക്കറിയാം? 2ാമത്തെ ഖുത്ബ ആർക്കറിയാം? കേൾക്കുന്നവർക്കൊക്കെ അറിയാം. കാരണം ഇത് തുടങ്ങിയാൽ മതി, പിന്നെ അതിൻ്റെ ഒപ്പം ഇങ്ങനെയാണ് നമ്മൾ കേട്ട് പഠിച്ചതാണ്. കേട്ട് പഠിച്ചത് നമ്മൾ ഒപ്പം കൂടൂലേ? മൗലായ സ്വല്ലി വസ സ്വലാത്തും വതസ്ലീമുൻ. ഇത് നമ്മൾ ചെറുപ്പത്തിലേ എന്താണ് കേട്ട് പഠിച്ചതാണ്. അതാണ് പഠിക്കേണ്ടത്. കേട്ട് പഠിച്ചത് അതാ പഠിക്കേണ്ടത്. ഞങ്ങൾ ആദ്യം ഓതാൻ പോയപ്പോൾ എൻ്റെ ഒപ്പം 4 മുത്താലിമീങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഓതാൻ പോയത്. ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോയി. ആദ്യമായിട്ട് പോവുകയല്ലേ ഓതാൻ, സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ്സിൽ നിന്നാണ് പോയതല്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചോറ് വെച്ചിട്ട് ആ വല്യമ്മ പറഞ്ഞു, മോനെ ഒരു യാസീൻ ഓതി ദ്വാർക്കണം എന്നാണ്. ഓനിക്ക് യാസീനും അറിയില്ല, ആദ്യമായിട്ട് ഓതാൻ പോയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ മോശമാക്കണ്ടെന്ന് വിചാരിച്ചാണ്ട് അറിയണത് ഓതാൻ തീരുമാനിച്ചു. ഇഖ്റ ബിസ്മിയാണ് ഓതൽ തുടങ്ങി. ഈ ഇഖ്റ ബിസ്മി ഒരു പൗതി ആയപ്പോൾ ആ വല്യമ്മ പറഞ്ഞു, കുട്ടിയെ യാസീൻ എനിക്കും അറിയില്ല, പക്ഷെ ഓതൽ ഇങ്ങനെയല്ലാന്ന് തോന്നുക. അപ്പം ഇതാണ് 2ാം ഖുത്ബ ഓതുമ്പോഴേ മനസ്സിലായോ, വല്യമ്മക്കും അറിയാതെ ഓതിയത് ഇങ്ങനെയല്ല വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഈ മൗലിദൊന്നും ആരും ചൊല്ലി പഠിച്ചിട്ടില്ല, പക്ഷേ നമ്മളെന്താവും കേട്ട്. അത് ചെറുപ്പത്തിൽ AP ഉസ്താദ് ബദിരിയത്ത് ഇങ്ങനെ ഉസ്താദ് പറയാണ്, ഞാനിതൊക്കെ അമ്മയും ബാപ്പയും ചെല്ലുമ്പോൾ അതിൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ച് അങ്ങനെ ഉസ്താദ് ഇത് കാണാതെ ഇങ്ങനെ ചെല്ലാണ്. നമ്മൾ ചെല്ലുന്ന മഹദറത്തുൽ ബദിരിയ ഉണ്ടല്ലോ, 20ാമത്തെ വയസ്സിൽ ഉസ്താദ് പതിവാക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം കുറച്ച് ദിവസം ഈ മൈത്തറ ഹോസ്പിറ്റലിൽ വിശ്രമിച്ചല്ലോ, ഒരു 15 ദിവസം. ആ ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉസ്താദിൻ്റെ മഹദറത്തുൽ ബദിരിയ, ഉസ്താദിൻ്റെ ഹദ്ദാദ്, ഉസ്താദിൻ്റെ വിറുദുൽ ലത്തീഫ്, കേരള യാത്രൻ്റെ 2 യാത്രയിലും ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഉണ്ട്. ഉസ്താദിൻ്റെ ഒരു ദിക്റും മുടങ്ങിയിട്ടില്ല. നമ്മൾ ഒപ്പമുള്ളവരൊക്കെ അടുത്ത പിന്നെ സ്വീകരണ സ്ഥലത്ത് എന്താ പ്രസംഗിക്കേണ്ടത്, അവിടെ ആരുണ്ടാകുക, അവിടെ പത്രക്കാരൻ്റെ മറ്റാകുമോ, ഇതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഉസ്താദ് മൂപ്പര പരിപാടി എങ്ങനെ നടത്തുന്നുണ്ടാവും. അങ്ങനെയാണ് നമുക്കിത് തന്നിക്കുന്നത്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വല്യമ്മയും വല്യപ്പയും ബാപ്പയും ഉമ്മയും നമ്മളിൽ നിന്ന് ആദർശ സംബന്ധമായ കാര്യങ്ങൾ ചെല്ലാനുള്ളത് ചൊല്ലി കേൾക്കണം, പറയാനുള്ളത് പറഞ്ഞ് കേൾക്കണം. അപ്പം നമ്മളെ നാട്ടിലിങ്ങനെ നിലനിന്ന കുറേ സുന്നി ആദർശമുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ ഓരോ സംഗതികൾക്കും. മൗലിദ് ഓതൻ്റെ അടുത്ത് മൗലിദ്,
ദിക്ർ ചെല്ലേണ്ട അടുത്ത് ദിക്ർ, ആണ്ട് കഴിക്കേണ്ട അടുത്ത് ആണ്ട്, ഇല്ലേ? ഓരോ ആണ്ടറുതി ദിവസങ്ങളും, വാപ്പ മരിച്ച ദിവസം, ഉമ്മ മരിച്ച ദിവസം, ഇല്ലേ? വീട്ടിൽ പ്രത്യേകത ഉള്ള ദിവസം, ഇതൊക്കെ നമ്മളെ പഴമക്കാർ അതിങ്ങനെ ഓർമ്മയാക്കും. എനിക്കറിയോ ഇത് വല്യമ്മ മരിച്ച ദിവസമാണ്, അല്ലേ? നമ്മളെ അത് വല്യപ്പ മരിച്ച ദിവസമാണ് പറഞ്ഞിരുന്നില്ലേ? ഇപ്പം നമ്മളെ മക്കളോട് പറയുന്നുണ്ടോ? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെ എന്ത് ചെയ്യണം? ചെയ്തും ആദർശം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ, ഒരു നാട്ടിൽ കണ്ട് പഠിക്കാനുണ്ടാകേണ്ടതാണ്. തെളിവ് പഠിക്കലാണ്. പിന്നെ മലയാള ഭാഷ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. സ്കൂളിൽ എത്തിയിട്ട് ശേഷം നമ്മൾ പിന്നെ എന്താക്കിയത്? ഉച്ചാരണമൊക്കെ പിന്നെ ശരിയാക്കി പഠിക്കൽ തുടങ്ങിയത്. അസിന് പഠിക്കൽ എവിടെ കഴിയും? നേരത്തെ തന്നെ എന്ന പോലെ നമുക്ക് ഓരോന്നും നമുക്ക് നേരത്തെ ഒരു ആദർശ കേരളത്തിൻ്റെ സുന്നി മക്കൾക്ക് ചെറുപ്പത്തിലേ ഇതൊക്കെ ഇങ്ങനെ കേട്ടും പഠിച്ചും അനുഭവിച്ചും, അപ്പം നമുക്ക് ഒട്ടേറെ കുത്തുബിയത്തിൻ്റെതായാലും ഹദ്ദാദിൻ്റെതായാലും വിർദുൽ ലത്തീഫായാലും അതുപോലെ തന്നെ മറ്റുള്ള ഔറാദുകളായാലും മക്കൾ നമ്മുടെ കൂടെ നിന്ന് പഠിക്കണം. അങ്ങനെ ഒരു ആദർശ പഠനം നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിൽ ഇപ്പം കിട്ടുന്നില്ല. അവിടെയാണ് നമ്മുടെ ഉസ്റത്തു ത്വയ്യിബ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ SYSൻ്റെയും അതേപോലെ തുടങ്ങിയിട്ടുള്ള വിവിധ പദ്ധതികളും നമ്മൾ ആലോചിക്കേണ്ടത്. അത് നമ്മൾ ചൊല്ലുമ്പോൾ എങ്ങനെയാണത്? ഒരു വീട്ടുകാർ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്നിട്ട്, നേരത്തെ നമുക്ക് ഹദീസുകളെ ചരിത്രത്തിലൊക്കെ കാണാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായ ശേഷം സ്വഹാബാക്കൾ ഇങ്ങനെ ഒരാൾ കഴിഞ്ഞ് അവസാനം മരിക്കാൻ പോണ സ്വഹാബാക്കൾ അവസാനം അവിടെ ഒരു സ്വഹാബിണ്ട്, ഇവിടെ ഒരു സ്വഹാബിണ്ട് എന്ന് പറഞ്ഞ കാലമായി. ഏതുപോലെ നമ്മളിപ്പോൾ പറയലോ, നമ്മളെ സുന്നത്തി ജമാഅത്തിൻ്റെ സമസ്തൻ്റെ ഇതിൽ നല്ലൊരു പിളർപ്പ് നടന്നു, അല്ലേ? സൗഭാഗ്യകരമായ ഒരു പിളർപ്പ് എന്നാണ് ഞാനതിനെപ്പറ്റി വിശ്വസിക്കുന്നത്. ചില ആൾക്കാരൊക്കെ എന്ത് പറയും? ദൗർഭാഗ്യകരമായ പിളർപ്പ് എന്ന് പറയും. ഓന് വിവരത്തെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടാണ്. സൗഭാഗ്യകരമായ പിളർപ്പാണോ? അല്ലേ? അല്ലാഹു റബ്ബി, ഈ പിളർപ്പുണ്ടായതുകൊണ്ട് എത്ര ഗുണമായി നിങ്ങൾ വിചാരിച്ചു? ദോഷം വല്ലതും ഉണ്ടോ? എന്നാൽ ദോഷം എന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾ ഗുണം ഞാൻ ഏറെ കാണിച്ചു തരാം. നമ്മളാകെ ഒരു കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കുക, ഒരു പാവപ്പെട്ട കുട്ടിനെ. ഇതിപ്പോൾ എന്തായി? ഒരു കുട്ടിനെ കെട്ടിച്ചാൽ നമ്മൾ 3 കെട്ടിച്ചു. നമ്മളത് 3 ആണോല്ലോ എന്ന് പറഞ്ഞാൽ ഓരോ 5 ആക്കാൻ നോക്കും. ഓരോ 5 വെച്ചാൽ നമ്മളിത് 15 ആക്കാൻ നോക്കും. ആണോ അല്ലേ? അവിടെ ദർസിൽ 10 കുട്ടികൾ, ഇപ്പുറത്തെ ദർസിൽ 20 കുട്ടികൾ, 2 ദർസായി 30 കുട്ടികൾക്ക് പഠിച്ചാനായി. സൗഭാഗ്യകരാണോ ദൗർഭാഗ്യകരാണോ? പിന്നെന്താ? എല്ലാ സംഗതിയിലും നോക്കി നിങ്ങൾ, എല്ലാത്തിലും. കോളേജുകൾ എത്രണ്ണായി? ഓരും കോളേജ്, നമ്മളും കോളേജ്. യാ റബ്ബ്. അതൊക്കെ ഒരു സ്വഹാബി ഇപ്പം ജീവിച്ച് എറണാകുളം സമ്മേളനം നമ്മൾ ഏറ്റവും വലിയ സംഗതിയാണ്. ആ എറണാകുളം സമ്മേളനത്തിൻ്റെ സ്റ്റേജിലിരുന്ന ഉലമാക്കളിലും ഉമറാക്കളിലും ഇപ്പം ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഉമറാക്കളിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അതാണ് എറണാകുളം എയർലൈൻസ് ആയമുട്ടിയാജി, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഉലമാക്കളിൽ അന്ന് എറണാകുളം സമ്മേളനത്തിൻ്റെ സ്റ്റേജിലുണ്ടായ പണ്ഡിതന്മാരിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അതാരാ? അത് ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഇതേപോലെ സ്വഹാബാക്കളെ കാലത്ത് ആ സ്വഹാബാക്കളൊക്കെ വഫാത്തായി പിന്നെ അവിടെ ഒരു സ്വഹാബി, അത്രയേ ഉള്ളൂ സ്വഹാബാക്കൾ. ആ സ്വഹാബാക്കൾക്ക് അന്ന് ഏറ്റവും തിരക്ക് ഏതിനാണെന്നറിയോ? ഖുർആൻ ഖത്തം തീർത്തിട്ട് ദ്വാരക്കാൻ. ഖത്മുൽ ഖുർആൻ ദുആ നമ്മളൊക്കെ വീട്ടിൽ നല്ല പോലെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് കണ്ട് പഠിക്കാൻ ഇല്ലാതായിട്ടുണ്ട്. പണ്ട് നല്ലോണം ഉണ്ടായിരുന്നു. ഖത്മുൽ ഖുർആൻ ഖത്തം തീരുന്ന അന്ന് ഒരു നെയ്ച്ചോറ് വെക്കുക, ഇറച്ചിയും വെക്കുക, ചോറും ഇറച്ചിയും. അല്ലെങ്കിൽ ഇനി എന്തായാലും മതി, ഇറച്ചിയും ചോറും ആയാലും മതി. നമ്മളൊക്കെ ഇപ്പം നിലമ്പൂർ നമ്മൾ നടത്തുന്ന സ്ഥാപനമുണ്ട്, മജ്മഅ അക്കാദമി. 3000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ചേഞ്ച് ആക്കിയിട്ടാണ് കൊടുത്തത് തന്നെ കൊടുത്താൽ ഒരു മടുപ്പ് വരുവാണ്, അല്ലേ? കുട്ടികൾക്ക് ഉച്ചക്ക് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കും? ഉച്ചക്ക് ചോറും കറിയും കൊടുക്കും. രാത്രി ആകുമ്പോഴോ കറിയും ചോറും കൊടുക്കും. ഒരു ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കുമ്പോൾ അതൊരു രസം. ഇത് നമ്മൾ ഇറച്ചിയും ചോറും കൊടുക്കുക. അല്ലെങ്കിൽ ഏത് കൊടുക്കുക? ചോറും ഇറച്ചിയും കൊടുക്കുക, അല്ലേ? എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഇറച്ചിയും ചോറും കൊടുക്കണമെന്ന് ഇറച്ചി കൂടും, ചോറ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ചോറും ഇറച്ചിയും കൊടുക്കണമെന്നോ? ഇറച്ചിയും പുളിയും വെക്കലുണ്ട് ചിലപ്പോൾ. ഏത് വെക്കലുണ്ട്?
ഇറച്ചിയും പൂളിയും വെക്കും. ചിലപ്പോൾ ഏത് വെക്കും? പൂളി ഇറച്ചിയും വെക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. പൂളി ഇറച്ചിയും വെച്ചാൽ എങ്ങനെ കോരിയാലും ഏതേ കിട്ടുള്ളൂ? പൂളേ കിട്ടുള്ളൂ. അതാണ് പണ്ട് ഉമ്മ പറഞ്ഞത്, ചോറ് നല്ലോണമാണ് വേവിച്ചോ എന്നാൽ തന്നെ ഇറച്ചി ഉണ്ടാവുന്ന. അങ്ങനെയാണ് പഴയ കാലത്ത്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ ഖുർആൻ ഖത്തമുൽ ഖുർആന് കഴിയുന്ന മാതിരി നമ്മൾ ഇന്ന് ഉമ്മ ഖുർആൻ ഖത്തം ഓതി തീർന്നിക്കണമെങ്കിൽ കുട്ടികളെയൊക്കെ വിളിക്കണം, മക്കളെ ഉമ്മ ഖത്തം ഓതി തീർന്നിക്കണേ, അതുകൊണ്ട് രാവിലത്തെ ചായ ഖത്തം തീർത്ത വകയിലാണ്. ഒന്ന് ഉമ്മയും മക്കളൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഒന്നിരുന്നിട്ട് ആ ഖത്തമുൽ ഖുർആൻ വല്യമ്മാക്കും വല്യപ്പാക്കും നിയത്ത് ചെയ്തുകൊണ്ടൊന്ന് ഒന്ന് ദ്വാരക്കുക. ഇന്ന് ഞാൻ ഒരു ഖത്തം തീർത്തിട്ടുണ്ട്, അത് എൻ്റെ കച്ചവടത്തിൽ വർക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓതിയത്, അതൊന്ന് കൂട്ടിയിട്ട് ദ്വാരക്കുക. ഞാൻ ഒരു ഖത്തം ഓതിയിട്ടുണ്ട്, ഈ പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഖത്തം ഓതിയത്. മക്കളോട് ഉമ്മ, മക്കളോട് വാപ്പ ഇടക്കിടക്ക് ഖുർആൻ ഖത്തം തീരും. മാസത്തിലൊരു ഖത്തം തീരൂലേ? ഇനി ഉമ്മാക്കും വാപ്പാക്കും ഞാൻ വേറൊരു ആദായം പറഞ്ഞുതരാം. എന്താ ചെയ്യല്? അല്ലാഹു റബ്ബി, നമ്മളെ വീട്ടിൽ ഖുർആൻ ഓതാൻ അറിയുന്ന മക്കളുണ്ടെങ്കിൽ നമ്മൾ മക്കൾക്ക് ഓഹരി ചെയ്തു കൊടുക്കാം. മക്കൾക്ക് ഓഹരി ചെയ്തു കൊടുക്കാം. എന്താ വേണ്ടത്? 10 ജുസ് ഈ മോൾ ഓതുക, 10 ജുസ് ഇപ്പോൾ ഓതുക, 10 ജുസ് മറ്റോൾ ഓതുക. അപ്പോൾ ഒരു മാസം കൊണ്ട് 10 ജുസ്, ഒരു മാസം കൊണ്ട് 10 ജുസ്, 3 ആളും 10 ജുസ് ഓതിയ ഓരോ ഖത്തം തീരൂലേ? തീരും. ശരി, അടുത്ത പ്രാവശ്യം ആ ഖത്തം ദ്വാരന്ന് ഒന്നാമത്തെ 10 കൊടുത്തു ഓൾക്ക് രണ്ടാമത്തെ 10 കൊടുക്കുക, മറ്റൊക്കെ മൂന്നാമത്തെ 10 കൊടുക്കുക. ഓരോ 3 മാസം കൂടുമ്പോഴും എല്ലാവരും എന്താകും? ഓരോരോ ഖത്തമാകും. മക്കളെ പഠിപ്പിക്കും, മക്കളെ പരിശീലിപ്പിക്കും. ഈ പ്രാവശ്യത്തെ ഖത്തം ഏതിനാണ്? മോള് പിന്നെ +2 പഠിക്കുന്നുണ്ട്, ഒക്കെ ടോപ്പ് മാർക്ക് ഉണ്ടാകാൻ, അതിനാണ് ഖത്തം. അപ്പം 3 ആളും കൂടി ഖത്തം ഓതുകയാണ്. അല്ലാഹു റബ്ബി, മോൻ CA പരീക്ഷയ്ക്ക് പോവുകയാണ്. മോൻ ഏതിന് പോവുകയാണ്? CA പരീക്ഷയ്ക്ക് പോവുകയാണ്. ഈ മാസത്തെ ഖത്തം ഏതിനാണ്? അതിൻ്റെ പരീക്ഷയിൽ ടോപ്പ് മാർക്ക് ഉണ്ടാകാൻ. കുട്ടികളെ നമ്മളൊപ്പം നിൽക്കുമോ നിൽക്കൂലേ? അതാ നമ്മളിപ്പോൾ പറയാണ്, കുട്ടികളെന്നൊന്ന് ഓതാൻ ഒരു വിഷയത്തിനും കുട്ടികളെ കിട്ടണം. കുട്ടികളെ താല്പര്യത്തിലാക്കിയും കുട്ടികളെ കിട്ടും. കുട്ടികളെ കിട്ടൂല എന്ന് ആര് പറഞ്ഞ്? എല്ലാത്തിനും കുട്ടികളെ കിട്ടും. പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുമിച്ച് നിർത്തണം. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് പുതിയ കാലത്തിനനുസരിച്ച് കൊടുക്കണം. അള്ളാഹു ഖൈറ് തരട്ടെ. ഞാൻ ചെയ്തൊരു പ്രസംഗം എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും. ഞാനിൻ്റെ എപ്പോഴുള്ള സമയത്തെ എന്ത് ചെയ്യും? രാവിലെ 9 മണിക്ക് ഒരു കഞ്ഞി കുടിക്കലുണ്ട്. അതിന് പണ്ടത്തെ കാലത്ത് 10 മണി കഞ്ഞി എന്നാണ് പറയാം. അപ്പം എൻ്റെ ഒരു മോളും 4 കുട്ടികളും ഉണ്ട്. ഒരു ദുബായിലാണ്. ഒരു വീട്ടിൽ വന്നപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാനിരുന്നു നോക്കുമ്പോൾ അതിൽപ്പെട്ട ഒരു ചങ്ങായി എന്നോട് വന്നിട്ട്, എപ്പ നിങ്ങളെന്താ കുടിക്കണോ ചോദിച്ചു. ഞാൻ കഞ്ഞിയാണ്. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, എൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. നിങ്ങൾ ചെറിയ കുട്ടികൾ എൻ്റെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് ഇഞ്ഞൊരു കഞ്ഞിയാക്കൽ. അപ്പം ഞാൻ ഇവിടെ എന്താണ് നാരകം പള്ളിയിലൊരു ക്ലാസ് ഉണ്ട് എനിക്ക് ഞായറാഴ്ച. ആ ക്ലാസ് കഴിഞ്ഞങ്ങാട് പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ചെറിയ അരി വാങ്ങി. നിങ്ങളാ നുറുങ്ങരി ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇതുകൊണ്ട് എന്താക്കണം? ഗ്യാസ് അടുപ്പിൽ കഞ്ഞി വെക്കണം എന്നാണ്. അങ്ങനെ ഗ്യാസ് അടുപ്പിൽ കഞ്ഞി വെച്ച്, കഞ്ഞി ഇങ്ങനെ പായസം മാതിരി. ഞാൻ ഓളോട് പറഞ്ഞു, ഇത് പാത്രത്തിൽ വയ്ക്കേണ്ട, അത് ഗ്ലാസ്സിൽ ഒഴിച്ചാൽ മതിയാണ്. ആ ജ്യൂസ് കുടിച്ചുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ ഒഴിപ്പിച്ച് ആ ഈമ്പി കുടിച്ചുന്ന കോയലിനെന്താ പറയുക, ആ സ്ട്രോയിലിട്ട് 5 ഗ്ലാസ്സിൽ ഇങ്ങനെ ഇട്ടിച്ച് ഇവർ 4 ആളും ഞാനും 5 മേശം ഇങ്ങനെ 5 എണ്ണം വെച്ചപ്പോൾ ഇന്നലെ വന്ന കഞ്ഞിക്കാരുണ്ടല്ലോ ഗോല് വന്ന്, ഇപ്പം എന്താ കുടിക്കണോ ചോദിച്ചു. ഇത് റൈസ് ജ്യൂസാണ്. എന്താണ്? കുട്ടികൾ ചാടി മേശമ്മ കയറിയിട്ട് നിങ്ങളോട് നേര് പറയാം, അന്ന് എനിക്ക് കഞ്ഞി കിട്ടിയില്ല. കുട്ടികളൊക്കെ കഞ്ഞി കുടിക്കും, പക്ഷെ പേരൊന്ന് മാറ്റി, രൂപമൊക്കെ ഒന്ന് മാറ്റി. നമ്മളെ മക്കളൊക്കെ പറഞ്ഞാൽ കേൾക്കും, എല്ലാ കുട്ടികളും അനുസരിക്കും. നമ്മൾ കുട്ടികളെന്ത് ചെയ്യണം? കുട്ടികളൊപ്പം നിൽക്കാൻ പഠിക്കണം. ഉള്ളതിനൊക്കെ ദേഷ്യപ്പെടുക, എല്ലാറ്റിനും ആക്ഷേപം പറയാം, എല്ലാത്തിനും കുറ്റപ്പെടുത്തി പറയാം. അതിൽ നിന്നൊന്ന് മാറി. ഞാൻ പറയും, എൻ്റെ വീടിൻ്റെ ഒരു ഓഫീസ് റൂമുണ്ട്. അപ്പം അതിങ്ങനെ വീട് മൊത്തം പെയിൻ്റ് അടിച്ചായിട്ട് പെണ്ണുങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കും. മൊത്തം പെയിൻ്റ് അടിച്ചാൽ ഓക്ക് പറഞ്ഞാൽ മതി, പൈസ നമ്മളെടുത്ത് വേണ്ടേ. അപ്പോൾ ഓൾ അവസാനം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഓഫീസ് റൂമെങ്കിലും ഒന്ന് മനുഷ്യന്മാർ വരുന്നിടത്ത് ഇത് പെയിൻ്റ് അടിച്ചണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ആ പെയിൻറ്റുകാരനോട് വിളിച്ചു പറഞ്ഞു, കുറച്ച് പെയിൻറ്റ്. ഓൻ പെയിൻറ്റ് കടം തന്നു. നമ്മളെന്താ ഈ പണിക്കാരനെ വിളിച്ചു, നല്ല ഓഫീസ് റൂമിൽ പെയിൻ്റൊക്കെ നന്നാക്കി അടിച്ച് നല്ല ഉഷാറായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഉഷാറാക്കിയിട്ട് ഓഫീസ് റൂമൊക്കെ ഒന്ന് ഉഷാറായി, പെയിൻ്റൊക്കെ ഒന്ന് റായത്തായി.
പൈസ കടം വീട്ടിയിട്ടുള്ളൂ പീടിയിൽ, അതാർക്കും കൊടുത്തിട്ടുള്ളൂ, പണിക്കാരൻ്റെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാ, ഓഫീസ് റൂം പെയിൻ്റ് അടിച്ചത് കാണാൻ വേണ്ടി കെട്ടിച്ച ഓള് വന്ന്, ഈ മോള് വന്ന്, 3 പെൺകുട്ടികളും വന്ന്, ഒരു 3 ആളും കൂടി വന്നിട്ട് ഓഫീസ് റൂം കാണാൻ വേണ്ടി പോയതാ. സുബ്ഹാനല്ലാഹ്. 3 മക്കളെ കുട്ടികളും കൂടി ഓഫീസ് റൂമാണ് കണ്ടു. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, നിങ്ങളൊന്ന് ചിരിച്ചും കുറച്ച് നേരം. എൻ്റെ സ്ഥിതിയും കൂടി നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഓഫീസ് റൂമാണ് കണ്ട്. ഞാനൊരു വഴുതിനൊക്കെ പോയി രാത്രി 11:30 ആയി വന്നപ്പോൾ ബെല്ലടിച്ചപ്പോൾ ഒറ്റ കുട്ടികളെയും ശബ്ദമല്ല. മറ്റേതിപ്പോൾ ഈ പേരക്കുട്ടികളൊക്കെ വിരുന്ന് വന്നാൽ ഇങ്ങനെ കോലാഹലമുള്ള ആരെ സൗണ്ടും ഇല്ല. ഞാൻ വിളിച്ചു ഓരോരുത്തർ, ആരും മിണ്ടണില്ല. അപ്പോൾ പെണ്ണുങ്ങൾ മെല്ലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയുമോയെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ആകെ താളം തെറ്റി എന്തേന്ന് ചോദിച്ചു. അപ്പം എന്താ സംഗതി, ഇവർ 3 പേരക്കുട്ടികളുണ്ട്, 9 പേരക്കുട്ടികളുണ്ട്. അപ്പം ഇവർ ഈ റൂം ഇങ്ങനെ പെയിൻ്റ് അടിച്ചത് കണ്ടപ്പോഴേ ചുമര് മുഴുവൻ പോലും റെഡിയാക്കിക്കണം. അല്ലാഹു റബ്ബി, ആകെ ചിത്രം വരച്ചിട്ടും മറ്റാക്കിയിട്ടും മറിച്ചാക്കിയിട്ടും എല്ലാം കൂടി ഞാൻ റൂമിൻ്റെ വാതിലിന് തുറന്നു നോക്കുമ്പം ആകെ കല പിരിയാക്കി. പെയിൻറ്റിൻ്റെ പൈസ കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി. എൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ അവിടെ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? ഇനി നമുക്കത് പറയാം. ആ സമയത്ത് നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? നമുക്ക് ദേഷ്യം വരുമോ വരൂലേ? കിട്ടിയ കുട്ടിനെ 2 കൊടുക്കൂലേ? അവിടെ നമ്മൾ ദേഷ്യപ്പെട്ടു, ഒരു കുട്ടിനെ അടിച്ചപ്പം അത് 2ാമത്തെ മോളെ കുട്ടിയാണ്. വരച്ചത് മുഴുവനും ആരാ? 1ാമത്തെ മോളെ കുട്ടിയാണ്. ഇപ്പോൾ 2 ആളും തമ്മിൽ തെറ്റില്ല. ഞാൻ ഇങ്ങനെ വരുന്നതല്ല, എന്നും എൻ്റെ കുട്ടിക്കാണ് അടി കിട്ടല് ഓളെ വക. വേണ്ട അല്ലേ? കുട്ടികളാണിച്ചാൽ പറയും ഞാൻ ഉറങ്ങിയേനി, എന്നിട്ട് ഉറങ്ങിയ എനിക്കാണ് അടി കിട്ടിയത്. ആണോ അല്ലേ? ഞമ്മക്കാണിച്ചാൽ അപ്പം ഏത് വന്നിക്കണേ ആർക്കാ കിട്ടേണ്ടതെന്നല്ല, കുട്ടികൾക്കൊക്കെ കിട്ടല് തന്നെയാണ്. ആണോ അല്ലേ? ഞാൻ എന്ത് ചെയ്തു, ഞാനപ്പോൾ ഈ ചുമരുമത്തെ ഈ ചിത്രമൊക്കെ കണ്ടപ്പോഴേ ഞാൻ വന്ന് കൈമുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചത് മുതലായല്ലോ, നല്ല ഉഷാറായിക്കണേ. ഈ ചിത്രം ആരാ വരച്ചത്? ഓൽക്കാണ് 1ാം സമ്മാനം എന്ന് പറഞ്ഞു. അപ്പോൾ കട്ടിലോട്ടുനിന്ന് ഒരു ചങ്ങായി നീച്ചിട്ട് പറഞ്ഞപ്പോൾ അത് ഞാനാണ്. അല്ലാഹു റബ്ബി, 3 മിനിറ്റ് കൊണ്ട് പ്രതികൾ മുഴുവനും ഹാജരായി. ഇതിന് 1ാം സമ്മാനം, മറ്റേന് 2ാം സമ്മാനം, മറ്റേന് 3ാം സമ്മാനം. 3 മിനിറ്റ് കൊണ്ട് എന്തായി? പ്രതികളൊക്കെ ഹാജരായി. ഞാൻ എൻ്റെ മോനെ രാവിലെ പീടിയിൽ പറഞ്ഞയച്ചിട്ട് കളർ പെൻസിലും ബുക്കും ഒക്കെ വാങ്ങി ഈ ചിത്രം വരച്ച കുട്ടികളൊക്കെ എല്ലാവരും ഓരോ ഉമ്മാരിയൊക്കെയാണ് കൂട്ടിയിരുത്തിയിട്ട് പറഞ്ഞു, ഇതാരാ വരച്ചത്? ഓനിക്ക് 1ാം സമ്മാനം. ഇതാരാ വരച്ചത്? ഓന് 2ാം സമ്മാനം. ഇതാരാ വരച്ചത്? ഓന് 3ാം സമ്മാനം. ഇതാരാ വരച്ചത്? ഓന് എല്ലാവർക്കും കൊടുത്തു. കളർ പെൻസിലും കൊടുത്തു, ബുക്കും കൊടുത്തു. മക്കളെ, ഇനി നിങ്ങൾ എവിടെ പോയാലും സ്കൂളിൽ, മദ്രസയിൽ, വീട്ടിൽ ഒക്കെ ചിത്രം വരയ്ക്കാൻ എഴുതുക. പക്ഷെ കടലാസിലേ വരയ്ക്കാൻ പാടുള്ളൂ. ഏതിൽ വരയ്ക്കരുത്? ചുമരുമ വരയ്ക്കരുത്. ഇപ്പം നമ്മളെ സിറാജിലുണ്ടല്ലോ, ആഴ്ചയിൽ വരയ്ക്കാൻ മറ്റേ ഇതുവരെ ചിത്രത്തിനൊരു കുട്ടി. എൻ്റെ 3 കുട്ടികൾക്കും ഫസ്റ്റ് ചിത്രത്തിന് സമ്മാനം കിട്ടി. അത് ഞാൻ അന്ന് ഓലെ ഇങ്ങനെ സമീപിച്ചത് കൊണ്ടാണ്. അന്ന് പിടിച്ച് 2 കൊടുത്തേക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മാറ്റം വരുത്തേണ്ടത് കുട്ടികളല്ല, നമ്മളാണ്. കുട്ടിക്ക് ഇവിടെ ചിത്രം വരയ്ക്കാൻ വലിപ്പാക്ക് പോടാക്കി പിന്നെ പെയിൻറ്റിൻ്റെ പൈസ കൊടുത്തിട്ടില്ല എന്ന് കുട്ടിയൊക്കെ അറിയോ? ഇവിടെ വരയ്ക്കാൻ പാടില്ല എന്ന് കുട്ടിയൊക്കെ അറിയോ? അറിയില്ല. കുട്ടികളെ വേണ്ടടുത്ത് വരപ്പിക്കണം. അതേ സമയത്ത് നമ്മളപ്പോൾ അടിയും പിടിയുണ്ടായ ആ കുട്ടി ചിത്രം വരക്കലിനെ പറ്റ മുടങ്ങും. അതേ സമയത്ത് കുട്ടികളെ നമ്മൾ സമീപിക്കുന്നിടത്ത് മുതിർന്ന തലമുറയിൽ ചെറിയൊരു മാറ്റം ആവശ്യമായിട്ടുണ്ട്. കുട്ടികളോട് എങ്ങനെ സമീപിക്കണം, ഇത് എല്ലാ വിഷയത്തിലും ഉണ്ട്. നേരത്തെ അമാനി ഏറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും.